എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് LDC പരീക്ഷയ്ക്കായിട്ട് നമ്മൾ തുടക്കം കുറിച്ച റിവിഷൻ സീരീസിലെ മറ്റൊരു ക്ലാസ്സിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. 2021 ശേഷം കേരള PSC നടത്തിയിരിക്കുന്ന പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന 10th ലെവൽ പരീക്ഷയിലെ ചോദ്യപേപ്പറുകൾ അതിലെ തെരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം ഈ അടുത്ത് നടന്ന പരീക്ഷയിലൊക്കെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ ചോദ്യങ്ങളും ആവർത്തനമാണ്, അതായത് അതേ മേഖലയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് PSC പരീക്ഷയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യ ചരിത്രത്തിലെ 1857 വിപ്ലവം എന്ന് പറയുന്നത്. ചരിത്രം പഠിക്കുകയാണെങ്കിൽ 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അവിടെ തന്നെ എപ്പോഴും PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്ന 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് വിവിധ പ്രദേശങ്ങളിൽ നേതൃത്വം നൽകിയ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അത്തരത്തിൽ ഇവിടെ ഒരു ചോദ്യം ഇതാ ചോദിച്ചിരിക്കുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഒന്നാമത് കൊടുത്തിരിക്കുന്നു ഡൽഹിയിലെ സമരത്തിന്റെ നേതാവ് റാണി ലക്ഷ്മിബായി ആണെന്ന് കൊടുത്തിരിക്കുന്നു. രണ്ടാമത് കൊടുത്തിരിക്കുന്നു ബീഹാറിലെ ആറയിൽ നേതൃത്വം നയിച്ച നവാബ് വാജിദ് അലി ഷാ ആണെന്നാണ് കൊടുത്തത്. മൂന്നാമത് കൊടുത്തിരിക്കുന്ന കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ABCD എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എയിൽ 1, 2, ബിയിൽ 2, 3, സിയിൽ 1 മാത്രം, ഡിയിൽ 3 മാത്രം എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ നേതൃത്വം നൽകിയ നേതാക്കന്മാർ ആരാണെന്ന് ഒന്ന് പഠിച്ച ശേഷം ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. അപ്പോൾ നോക്കുക, 1857 വിപ്ലവത്തിന്റെ നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അവിടെ കുറച്ച് നേതാക്കന്മാരുടെ പേരുകൾ ഒരു കോളത്തിനുള്ളിൽ കൊടുത്തതായിട്ട് നിങ്ങൾ SCRT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാകും. ആ നേതാക്കന്മാരുടെ പേരുകളാണ് PSC പരീക്ഷയിൽ ഈ അടുത്ത് നടന്ന പരീക്ഷയിലൊക്കെ തന്നെ എടുത്തു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആ കോളത്തിൽ കൊടുത്തിരിക്കുന്നവരുടെ പേരുകളാണ് കൃത്യമായിട്ട് എടുത്തു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചോദ്യം അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് കുറച്ച് നേതാക്കന്മാരുടെ പേര് PSC പരീക്ഷയിലൊക്കെ ഈ വിപ്ലവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള നേതാക്കന്മാരുടെ പേര്, 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വിവിധ പ്രദേശങ്ങളിൽ നേതൃത്വം നൽകിയ നേതാക്കന്മാരുടെ പേരും അവരേത് പ്രദേശത്താണ് നേതൃത്വം നൽകിയതുമാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ കൃത്യമായിട്ട് SCRT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്ന നേതാക്കന്മാരുടെ പേരുകൾ പ്രത്യേകം ഞാൻ എടുത്തു പറയും. അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് സെപ്പറേറ്റ് എഴുതി വെച്ചാൽ വരാൻ പോകുന്ന പരീക്ഷാ സമയത്ത് തലേന്നൊക്കെ പോകുമ്പോൾ ഒന്ന് റിവിഷൻ ചെയ്തു പോയാൽ ഈ ഒരു ചോദ്യം വരുമ്പോൾ അതിനുള്ളിൽ നിന്നായിരിക്കും ചോദ്യം വരിക എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഒന്നാമത്തത് അത് SCRT പറയുന്നതാണ് കാൺപൂർ. 1857 വിപ്ലവത്തിൽ കാൺപൂർ കേന്ദ്രീകരിച്ച് വിപ്ലവത്തിന് നേതൃത്വം നൽകുന്നത് നാനാ സാഹിബാണ്. നാനാ കാര്യങ്ങൾ കാണാം എന്നൊന്ന് ഓർത്തു വെച്ചാൽ, നാനാ കാര്യങ്ങൾ, പല കാര്യങ്ങളും കാണാം എന്നതിന് നമ്മൾ നാനാ കാര്യങ്ങൾ കാണാം എന്ന് പറയാറുണ്ട്. അപ്പൊ അവിടെ നാനാ കാര്യങ്ങൾ, നാനാ സാഹിബ്, കാണാം കാൺപൂർ, ആ ഒരു രീതിയിൽ വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെക്കാം. ഇനി ഡൽഹിയിലേക്ക് വരുമ്പോൾ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ് നേതൃത്വം നൽകുന്നത്. അതും SCRT ഫാക്ട് ആണ്. അതായത് നമുക്കറിയാം ഡൽഹി എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യ തലസ്ഥാനമാണ്, നമ്മളൊരു ഭക്തിയോടെയൊക്കെ കാണുന്ന ഒരു പ്രദേശമാണ്. അതേപോലെ തന്നെ ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുഗൾ രാജവംശത്തിന്റെ അവസാനത്തെ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ഈ ബഹദൂർ ഷാ രണ്ടാമനാണ്. അപ്പോൾ അവിടെ നമുക്ക് മുഗൾ രാജവംശം, അതിന്റെ അവസാനത്തെ ഭരണാധികാരി, അതൊക്കെ ആ ഭരണാധികാരി എന്നൊക്കെ കണക്ട് ചെയ്ത് വെച്ച് നമുക്ക് എങ്ങോട്ട് തന്നെ പോകാൻ പറ്റും. ഡൽഹി നമ്മുടെ രാജ്യ തലസ്ഥാനമാണ്, അത് വെച്ച് ഓർത്തിരിക്കാം. അത് SCRT ഫാക്ട് ആണ്. ഇനി ഝാൻസിയിലേക്ക് വരുമ്പോൾ അതും SCRT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്. അത് പിന്നെ നമുക്കറിയാം ഝാൻസി റാണി എന്ന് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അവിടെ റാണി ലക്ഷ്മിബായ് ആണ്. ഈ റാണി ലക്ഷ്മിബായ് തന്നെ എവിടെയും നേതൃത്വം കൊടുക്കുന്നുണ്ട്, ഗോളിയോറിലും നേതൃത്വം കൊടുക്കുന്നുണ്ട്. അവിടെ അദ്ദേഹത്തോടൊപ്പം താന്തിയ തോപ്പിയും ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഗോളിയോറിൽ ആരുണ്ട്, ഈ പറയുന്ന റാണി ലക്ഷ്മിബായും, ഒപ്പം ആരുണ്ട്, താന്തിയ തോപ്പിയും ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. താന്തിയ തോപ്പിയും ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി SCRT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ് ഫൈസാബാദിൽ നേതൃത്വം കൊടുക്കുന്ന മൗലവി അഹമ്മദുള്ളയാണ്. ഇത് പിന്നെ നമുക്ക് ഓർത്തിരിക്കാം, നമ്മുടെ ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന ആ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഫൈസി എന്ന് പറയുന്ന കഥാപാത്രവും മൗലവി എന്ന് പറയുന്ന ആ ഒരു പേരും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഫൈസാബാദ്, മൗലവി അഹമ്മദുള്ള, ആ രീതിയിൽ വേണമെങ്കിൽ ഓർത്തിരിക്കാം. പല രീതിയിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ഞാൻ ഓർത്തിരിക്കുന്ന രീതി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളായ രീതിയിൽ ഓർത്തിരിക്കാം കേട്ടോ. ഇനി അടുത്ത് ഇവിടെ പറയുന്നത് മീററ്റ് ആണ്. മീററ്റിലേക്ക് വരുമ്പോൾ കദം സിംഗ് ആണ്. മീററ്റിൽ ആരാണ്, കദം സിംഗ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് SCRT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്ന 4 കാര്യങ്ങളോട് പറഞ്ഞു. അതിലൊന്ന് കാൺപൂർ നാനാ സാഹിബ്, 2 ഡൽഹി ഭക്ത് ഖാൻ ബഹദൂർ ഷാ, 3 ഝാൻസി റാണി ലക്ഷ്മിബായ്, 4 ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഈ 4 പേരുകൾ SCRTയിൽ ആ കോളത്തിൽ പറയുന്നതാണ്. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. മീററ്റിൽ ആരാണ്, കദം സിംഗ് ആണ്. മീററ്റിൽ ആരാണ് നേതൃത്വം നൽകുന്നത്, കദം സിംഗ് ആണ് നേതൃത്വം നൽകുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പൊ മീററ്റിലേക്ക് വരുമ്പോൾ അവിടെ ആരാണ്, കദം സിംഗ് ആണ് മീററ്റിൽ നേതൃത്വം നൽകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്തായിട്ട് ഇവിടെ പരിചയപ്പെടുന്ന അലഹബാദ് ആണ്. അലഹബാദിൽ ലിയാഖത്ത് അലിയാണ്. അത് പിന്നെ അലഹബാദ്, അലി, അതേപോലെ തന്നെ ലായിൽ വെച്ച് തുടങ്ങുന്ന ഒരു പേരാണ് ലിയ. അത് വെച്ച് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ അവിടെ അലഹബാദ് ലിയാഖത്ത് അലി എന്ന് ഓർത്തിരിക്കാം. മധുര ദേവി സിംഗ് ആണ്. നമുക്കറിയാം ഈ ഉത്തർപ്രദേശിലെ മധുരയാണ്.
നമ്മുടെ ദേവീൻ്റെ ഒക്കെ ടെമ്പിളിൽ പോയാൽ നമുക്ക് മധുരമുള്ള അവിടുത്തെ പ്രസാദമൊക്കെ കിട്ടും. അത് വെച്ചൊന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ദേവി സിംഗ് മധുര എന്ന് ഓർത്തിരിക്കുക. ഇനി കോട്ട ജയദയാളാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമുക്കറിയാം ചാലിയം കോട്ട പിടിച്ചടക്കി കുഞ്ഞാലി മൂന്നാമൻ അവിടെ ജയിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓർത്തു വെച്ചാൽ ആ കോട്ട പിടിച്ചടക്കി ജയിച്ചു, അപ്പോൾ ജയദയാൽ കോട്ട, ആ രീതിയിൽ വേണമെങ്കിൽ ഓർത്തിരിക്കാം. ഹരിയാനയിലേക്ക് വരുമ്പോൾ അവിടെ റാവു തുലാറാമാണ്. അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഒരു ആന ഒരു തുലാസിൽ കയറി ഇരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഹരിയാന റാവു തുലാറാം. ഇനി അടുത്തത് ആസാമിലേക്ക് വരുമ്പോൾ മണിറാം ദത്തയാണ്. അത് വേണമെങ്കിൽ ഓർക്കാം. അസമയം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും വീട്ടിലൊക്കെ കയറി വരുമ്പോൾ നീ എന്താ അസമയത്ത് വരണേ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അസമയം എന്നതിൽ സമയം മണി എന്ന് കേട്ടിട്ടില്ല. 5 മണി 6 മണി 7 മണി. അങ്ങനെയാണെങ്കിൽ അസാം എന്നത് മണിറാം ദത്തയുമായിട്ട് കണക്ട് ചെയ്യാം. ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ളതാണ്. ബറൌട്ട് പർഹാന PSC ചോദിച്ചതാണ്. ഷാമലാണ്. ബറൌട്ട് പർഹാനയിൽ ആരാണ് നേതൃത്വം നൽകിയത്? ഷാമൽ ആണ് നേതൃത്വം നൽകിയത്. ബറൌട്ട് പർഹാന ആരാണ് നേതൃത്വം നൽകിയത്? ഷാമലാണ് നേതൃത്വം നൽകിയത് എന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ അടുത്തത് ലക്നൗ ആണ്. ഇത് SCRT പറയുന്നതാണ്. ഈ ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസരത്ത് മഹലാണ്. ഇത് പലപ്പോഴും PSC പരീക്ഷ റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ്. ലക്നൌവിൽ ആരാണ് നേതൃത്വം നൽകിയത്? ബീഗം ഹസരത്ത് മഹലാണ്. അദ്ദേഹം തന്നെ ആഗ്ര, ഔദ്, അയോധ്യ എന്നിവയിൽ എന്താണ് നേതൃത്വം നൽകിയിട്ടുണ്ട്. ആഗ്ര, ഔദ്, അയോധ്യ എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. അപ്പോൾ ലക്നൗ, ബീഗം ഹസ്രത്ത് മഹൽ, അതുപോലെ തന്നെ ആഗ്ര, ഔദ്, അയോധ്യ എന്നിവിടങ്ങളിൽ എന്താണ് ബീഗം ഹസ്രത്ത് മഹൽ നേതൃത്വം നൽകിയിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് ബീഹാർ ആണ്. അതും SCRT ഫാക്ട് ആണ്. അവിടെ കൺവർ സിംഗ് ആണ് എവിടെ നേതൃത്വം നൽകുന്നത്? ബീഹാറിൽ. ജഗദീഷ്പൂരിലും ആരയിലും അദ്ദേഹം നേതൃത്വം നൽകുന്നുണ്ട്. നമ്മുടെ പരീക്ഷയിൽ ഈ ആര വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, ബീഹാർ, ജഗദീഷ്പൂർ, ആര എന്നിവിടങ്ങളിൽ കൺവർ സിംഗ് ആണ് നേതൃത്വം നൽകിയത്. ഇനി അടുത്തത് ബറേലി, റോഹിൽഖട്ട് എന്നിവിടങ്ങളിൽ ഖാൻ ബഹദൂർ ഖാൻ നേതൃത്വം നൽകി. അതേപോലെ തന്നെ മാൻഡസോർ എന്നിവിടങ്ങളിൽ ഫിറോസ് ഷാ ആണ് നേതൃത്വം നൽകുന്നത്. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് SCRT പറയുന്ന പേരുകൾ ഒന്നും കൂടെ എടുത്തു പറയാം. ബീഹാറിൽ കൺവർ സിംഗ്, ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹൽ. ഈ 2 പേരുകൾ ഈ ഒരു സ്ലൈഡിൽ SCRT പറയുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ കാൺപൂരിൽ നാനാ സാഹിബ്, ഡൽഹിയിൽ ഭക്ത് ഖാൻ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിബായി, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. അപ്പോൾ ഈ പേരുകൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അത് SCRT പറയുന്നതാണ്. അതിൽ ഉള്ളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇനി അതിൻ്റെ പുറത്തുനിന്ന് ചോദ്യങ്ങൾ വന്നാലും നമുക്ക് ഈ SCRT പറയുന്ന പേരുകൾ വെച്ചുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്താനും പറ്റുന്ന രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരിക. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിന്റെ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഡൽഹിയിലെ സമരത്തിന്റെ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഭക്ത്, അതുപോലെ തന്നെ ബഹദൂർ ഷാ 2. അപ്പോൾ ഇവിടെ എന്താണ്? അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കണ്ടുപിടിക്കേണ്ട തെറ്റായ എന്ന പ്രസ്താവനയാണ്. ഇനി അടുത്ത ബീഹാറിലെ ആറയിൽ നേതൃത്വം വഹിച്ച നവാബ് വാജിദ് അലി ഷായാണെന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി പഠിച്ചു. ബീഹാറിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ കൺവർ സിംഗ് ആണ്. ആരയിലുമാര് തന്നെയാണ് കൺവർ സിംഗ് ആണ്. അപ്പോൾ അതും തെറ്റാണ്. ഇനി അടുത്ത് കാൺപൂരിൽ സമരം നയിച്ച നാനാ സാഹിബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്. നാനാ കാര്യങ്ങൾ കാണാമെന്ന് നമ്മൾ പഠിച്ചു. തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത്. 1ഉം 2ഉം ഇവിടെ എന്താണ്? തെറ്റാണ്. 1ഉം 2ഉം ഇവിടെ എന്താണ്? തെറ്റാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഓപ്ഷൻ A ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 1ഉം 2ഉം ഇവിടെ എന്താണ്? തെറ്റാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ A ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ നമ്മൾ വിവിധ പ്രദേശങ്ങളിൽ 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകിയ വ്യക്തികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് 1857 വിപ്ലവത്തിലെ നേതാക്കളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ 2 സ്ലൈഡിലൂടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇനി SCRT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്ന കുറച്ച് പോയിന്റുകൾ കൂടി ആഡ് ചെയ്യുകയാണ്. ഇതും PSC മുൻവർഷ പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് SCRTയിൽ ഈ പറയുന്ന 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട ആ ഒരു ഭാഗത്ത് പറഞ്ഞു പോകുന്ന ബാക്കി പോയിന്റുകൾ ഇവിടെ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം PSC എപ്പോഴും ചോദിക്കും. 1857 മെയ് 10 അന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നത്. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്ന ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്ന് 1857 മെയ് 10 ഇത് മുൻവർഷ പരീക്ഷയിൽ ചോദിച്ചതാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം. അതിലൊന്ന്, സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെ, പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചത്. ഇത് ഇന്നലെ നടന്ന ഒരു പരീക്ഷ പേപ്പർ നമ്മൾ ഇന്നലെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നൽകിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്നലത്തെ ഒരു എക്സാം, LGS ലെവൽ എക്സാം, അവിടെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്
എന്താണ് ഈ ഒരു SCRT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ ചോദിച്ചത്. അപ്പോൾ സൈനികർക്ക് പുതുതായിട്ട് നൽകിയ എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിച്ചിരുന്ന തിരകളിൽ എന്താണ് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചു എന്നൊരു വാർത്ത വരക്കുന്നു. അത് എന്താണ് ഈ പറയുന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം ആയിട്ട് പറയുന്നു. അതുപോലെ തന്നെ തുച്ഛമായ ശമ്പളം എന്ന് പറയുന്നത് ഒരു കാരണമായിട്ട് പറയുന്നു. പിന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനം പറയുന്നുണ്ട്. പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ മംഗൾ പാണ്ഡെ വെടിയുതിർത്ത സ്ഥലം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ബരാക്പൂർ, ബംഗാളിലെ ബരാക്പൂരിലാണ് കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ തിര ഈ പറയുന്ന പന്നിയുടെയും അതേപോലെ തന്നെ പശുവിന്റെയും കൊഴുപ്പൊക്കെ അതിൽ ചേർത്തുകൊണ്ടുള്ള ആ തിരയാണ് എന്ന വാർത്ത പ്രചരിക്കുകയും അത് ഉപയോഗിക്കാൻ പറഞ്ഞപ്പോൾ എന്താണ് അതിനെ നിഷേധിക്കുകയും അങ്ങനെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ മംഗൾ പാണ്ഡെ വെടിയുതിർക്കുന്നു. അങ്ങനെ ബരാക്പൂർ ബംഗാൾ ആ ഒരു പ്രദേശത്ത് വെച്ചാണ് വെടി ഉതിർക്കുന്നത്. അങ്ങനെ 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി, അദ്ദേഹത്തെ പിന്നെ തൂക്കിലേറ്റുന്നുണ്ട്. ആ രക്തസാക്ഷി ആയിരുന്നു വെച്ചാലും ഉത്തരമായിട്ട് വരുന്ന മംഗൾ പാണ്ഡെ പ്രീവിയസ് ആയിട്ട് എത്രയോ തവണ ചോദിച്ചതാണ്. 1857 കലാപത്തിന്റെ യഥാർത്ഥ ശക്തി പരിഗണിക്കുന്നത് എന്താന്ന് കൃത്യമായിട്ട് SCRT പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യം എന്നാണ് SCRT പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞ ഈ പോയിന്റുകളൊക്കെ തന്നെ പ്രീവിയസ് ആയിട്ടൊക്കെ ചോദിച്ചതും വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാവുന്നതുമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത് സൈനികർക്ക് പുതുതായിട്ട് നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചത്, തുച്ഛമായ ശമ്പളം, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനം. ഇനി പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നേരെ മംഗൾ പാണ്ഡെ വെടിയുതിർക്കുന്നു. അത് ബംഗാളിലെ ബരാക്പൂരിൽ വെച്ചാണ്. 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന മംഗൾ പാണ്ഡെയാണ്. 1857 കലാപത്തിന്റെ യഥാർത്ഥ ശക്തിയായി പരിഗണിക്കുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമാണെന്ന് ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് നമ്മുടെ ചോദ്യം. എവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ എ ആണ്. രാജസ്ഥാനിലാണ് ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ലവണത്വം ഏറ്റവും കൂടിയ തടാകം ചോദിച്ചാൽ അത് നമ്മുടെ സാമ്പാർ തടാകമാണ്. 1990 സാമ്പാർ തടാകത്തിന് റംസാർ പദവിയൊക്കെ ലഭിക്കുന്നത്. അപ്പൊ റംസാർ പട്ടികയിൽ സാമ്പാർ തടാകം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ട്. എന്നാണ് അതിൽ ഉൾപ്പെടുത്തിയത്? 1990 ധാരാളം അരയന്നങ്ങൾ ഉൾപ്പെടെ വിവിധതരം ശൈത്യകാല ജല പക്ഷികൾക്ക് സാമ്പാർ തടാകം പ്രസിദ്ധമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ അത് നമ്മുടെ ചിൽക്ക തടാകമാണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വം സ്ഥിതി ഉള്ള തടാകം ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സാമ്പാർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ചിൽക്ക. പരസ്പരം മാറിപ്പോരുത്. ഏറ്റവും കൂടുതൽ ലവണത്വം ഉള്ള തടാകം ഇന്ത്യയിൽ ഏതാന്ന് വെച്ചാൽ സാമ്പാർ. എന്നാൽ ഏറ്റവും വലിയ ലവണ തടാകം ഇന്ത്യയിൽ ഏതാന്ന് വെച്ചാൽ അത് ചിൽക്കയാണ്. അത് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒഡീഷയിലാണ് ഈ ചിൽക്ക സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഒഡീഷയിലാണ് ഈ ചിൽക്ക സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. നമ്മുടെ ഈ മരത്തിന്റെ ഒക്കെ ചില്ലുകൾ ഉണ്ടല്ലോ, ചില്ല ആ ചില്ല ഒടിയുകയാണ് എന്ന് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ ഒഡീഷയിലാണ് ചിൽക്ക സ്ഥിതി ചെയ്യുന്നത്. സാമ്പാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ് സാമ്പാർ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാലോ അത് നമ്മുടെ ജമ്മു കാശ്മീരിലെ വൂളാർ തടാകമാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് നമ്മുടെ ചിൽക്ക തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം അത് സാമ്പാറാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ജമ്മു കാശ്മീരിലെ വൂളാർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ഈ വൂളാർ തടാകം തന്നെയാണ്. ദാൽ തടാകം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ജമ്മു കാശ്മീരിലാണ്, ശ്രീനഗറിലാണ്. ദാൽ തടാകം പൂക്കളുടെ തടാകമെന്നും കിരീടത്തിലെ രത്നമെന്നും അതുപോലെ തന്നെ ശ്രീനഗറിലെ രത്നമെന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന ദാൽ തടാകമാണ്. ദാൽ തടാകം എവിടെ സ്ഥിതി ചെയ്യുന്നു? ശ്രീനഗറിലാണ്. പൂക്കളുടെ തടാകമെന്നും കിരീടത്തിലെ രത്നം എന്നും ശ്രീനഗറിലെ രത്നം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതാണ് ദാൽ തടാകം. ഇനി ലോകത്തിലെ ഏക ഒഴുകുന്ന തടാകമാണ് മണിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ലോക്തക് തടാകം. അപ്പോൾ ലോകത്തിലെ ഏക ഒഴുകുന്ന തടാകമാണ് മണിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ലോക്തക് തടാകം. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ അത് സിക്കിമിലെ ചൊലാമു തടാകമാണെന്ന കാര്യം ഓർത്തിട്ട് ഇവിടെ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം എന്നാണെങ്കിൽ അത് വൂളാർ തടാകമാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് സിക്കിമിലെ ചൊലാമു തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ചോദിച്ചാൽ അത് ബീഹാറിലെ നമ്മുടെ കൺവർ തടാകമാണെന്ന കാര്യം ഓർക്കുക. ഏതാണ്? കൺവർ തടാകം. അത് എവിടെയാണ്? നമ്മുടെ ബീഹാറിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അവിടെ തടാകങ്ങളുമായി ബന്ധപ്പെട്ട് PSC റിപ്പീറ്റായി ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇന്ത്യയിലെ ലവണത്വം ഏറ്റവും കൂടിയ തടാകം സാമ്പാർ. 1990 സാമ്പാർ തടാകം റംസാർ പദവി കിട്ടുന്നത്. ധാരാളം അരയന്നങ്ങൾ ഉൾപ്പെടെ വിവിധതരം ശൈത്യകാല ജലപക്ഷികൾക്ക് സാമ്പാർ തടാകം പ്രസിദ്ധമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ചോദിച്ചാൽ ചിൽക്കയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് ജമ്മു കാശ്മീരിലെ വൂളാറാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് വൂളാറാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന
ചെയ്യുന്ന തടാകം എന്നാണെങ്കിൽ അത് മണിപ്പൂരിലെ ലോക്തക് തടാകമാണ്. ദാൽ തടാകം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണ്. ദാൽ തടാകം മറ്റു പേരുകൾ അറിയപ്പെടുന്നു അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നു. പൂക്കളുടെ തടാകം കിരീടത്തിലെ രത്നം, ശ്രീനഗറിലെ രത്നം എന്നൊക്കെ അറിയപ്പെടുന്നു. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ചൊലാമു. ശുദ്ധജലമാണെങ്കിൽ ദാൽ വൂളാർ തടാകമാണ്. അതേപോലെ തന്നെ ലോകത്തിലെ ഏക ഒഴുകുന്ന തടാകം ചോദിച്ചാൽ അത് മണിപ്പൂരിലെ ലോക്തക് തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ചോദിച്ചാൽ ബീഹാറിലെ കൺവർ തടാകം. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി മൂന്നാമതായിട്ട് പരിചയപ്പെടുന്ന ചോദ്യം ഭാരതീയ റിസർവ് ബാങ്കിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഇവിടെ ഒന്നാമത് കൊടുത്തിരിക്കുന്നു 1935 സ്ഥാപിതമായി. രണ്ടാമത് കൊടുത്തിരിക്കുന്നു 1 രൂപ മുതൽ എല്ലാ നോട്ടുകളും പുറത്തിറക്കുന്നു. മൂന്നാമത് കൊടുത്തിരിക്കുന്നു 1949 ദേശസാൽക്കരിച്ചു. ആസ്ഥാനം മുംബൈ ആണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനയും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? 1935 സ്ഥാപിതമായി എന്ന് പറയുന്നു, അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. 1 രൂപ മുതൽ എല്ലാ നോട്ടുകളിലും പുറത്തിറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. 1 രൂപ നോട്ടിൽ ആരാണ് ഒപ്പിടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഫിനാൻസ് സെക്രട്ടറി ആണ്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൂന്നാമത് കൊടുത്തിരിക്കുന്ന 1949 ദേശസാൽക്കരിച്ചു, അത് ശരിയാണ്. ആസ്ഥാനം മുംബൈ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായ വർഷം 1934 മാർച്ച് 6 തീയതിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1 തീയതിയാണ്. 1935 ആ ഒരു സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ 1 തീയതിയാണ്. ഇനി ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം രൂപീകൃതമായതാണ് ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. 1934 മാർച്ച് 6 തീയതി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുകയും അതേ തുടർന്ന് 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാക്കുകയും ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇത് രൂപീകരിക്കുന്നത്. അപ്പോൾ ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷന്റെ. അത് രൂപീകരിക്കുന്ന 1926 അപ്പോൾ ഇവിടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് 1926 രൂപീകരിച്ച ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് 1934 മാർച്ച് 6 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഒക്കെ പാസ്സാക്കി 1935 ഏപ്രിൽ 1 RBI നമ്മുടെ രാജ്യത്ത് സ്ഥാപിതമാകുന്നത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. ഇനി പ്രാരംഭഘട്ടത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ഒരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപിത മൂലധനം എന്ന് പറയുന്നത് 5 കോടി രൂപയാണ്. അതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പ്രാരംഭഘട്ടത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് ഒരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ് സ്ഥാപിച്ചത്. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ നിലവിൽ അത് മുംബൈ ആണ്. തുടക്കത്തിൽ 1935 അത് കൊൽക്കത്തയായിരുന്നു. അതിനുശേഷം 1937 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത്. അപ്പോൾ നിലവിൽ എവിടെയാണ്? മുംബൈയാണ്. തുടക്കത്തിൽ എവിടെയാണ്? കൊൽക്കത്തയാണ്. 37 അങ്ങോട്ട് മാറ്റി ഈ പറയുന്ന മുംബൈയിലേക്ക് മാറ്റി. ഇനി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 മാർച്ച് 16 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കുന്നു ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. അങ്ങനെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സായതിനു ശേഷം ഭാരതീയ റിസർവ് ബാങ്കിന് എന്താണ്? ഇന്ത്യ കേന്ദ്ര ബാങ്കായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു 1949. അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് 1949 പ്രഖ്യാപിക്കുന്നു. അതായത് 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട ആ ഒരു സമയത്ത്. അപ്പോൾ ഇവിടെ ദേശസാൽക്കരിക്കപ്പെട്ടതെന്നാണ് 1949 ജനുവരി 1 തീയതിയാണ്. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചു. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചു. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചു. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചു. 2 ഡേറ്റും പരസ്പരം മാറിപ്പോരുത്. ഇത് റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് നമ്മുടെ കേന്ദ്ര ബാങ്കായിട്ട് പ്രഖ്യാപിക്കുന്നതും 1949 ഇനി കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ അത് നമ്മുടെ തിരുവനന്തപുരത്താണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാൻ അവകാശമുള്ളത് മാർക്ക് തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നതായിരുന്നു 1 രൂപ നോട്ടിലൊഴികെ മറ്റ് കറൻസി നോട്ടുകൾ ഒപ്പുവെക്കുന്ന RBI ഗവർണറാണ്. അതായത് 1 രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്ന ധനകാര്യ സെക്രട്ടറിയാണ്. നിലവിൽ നമ്മുടെ RBIയുടെ ഗവർണറാണ് ശക്തികാന്ത ദാസ് ആണ്. 25ാമത്തെ RBI ഗവർണറാണ് ശക്തികാന്ത ദാസ്. അപ്പോൾ അദ്ദേഹമാണ് നിലവിലുള്ള നോട്ടുകളിലൊക്കെ എന്ത് ചെയ്യുന്നത്? ഒപ്പിടുന്നത്. അപ്പോൾ RBIയുടെ ഈ ഒരു നോട്ടിലെ ഒപ്പിടുന്ന ആരാന്ന് ചോദിച്ചാൽ 1 രൂപ ഒഴികെയുള്ള നോട്ടിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറാണ്. നിങ്ങളുടെ കൈവശമുള്ള നോട്ട് എടുത്തു നോക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ധനകാര്യ സെക്രട്ടറിയാണ് 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് RBIയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ ഒന്ന് പറയാനുള്ളത്. ഇനി ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന ആശയങ്ങളിൽ ശരിയായത് ഏത്? പാർലമെന്ററി സംവിധാനം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. ബ്രിട്ടാനിയ എന്ന് പഠിച്ചുകൊണ്ട് നിയമവാഴ്ചയെ നമ്മൾ പഠിച്ചു വെക്കുന്നതാണ്. അപ്പോൾ രണ്ടാമത് നൽകിയിരിക്കുന്നതും എന്താണ്? ഈ പറയുന്ന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്. മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ അത് തെറ്റാണ്. 1ഉം 2ഉം വരുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ഇവിടെ ഒന്ന് ലിസ്റ്റ് ഇട്ട് പറയുന്നുണ്ട്. ഏകപൗരത്വം എന്ന് പറയുന്ന ആശയം നമ്മൾ ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടതാണ്. അതായത് നമ്മുടെ രാജ്യം ഫോളോ ചെയ്യുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഏകപൗരത്വം എന്ന് പറയുന്ന ആശയമാണ്. നിയമവാഴ്ച എന്ന് പറയുന്നതും നിയമസമത്വം എന്ന് പറയുന്നതും എന്താണ്? നമ്മുടെ രാജ്യം കടം കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ബ്രിട്ടനിലെ ഭരണഘടനയിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. നിയമനിർമ്മാണം നമ്മുടെ രാജ്യം ഫോളോ ചെയ്യുന്ന ലോകസഭ, രാജ്യസഭ, അതിനുശേഷം രാഷ്ട്രപതി, ആ ഒരു രീതിയിലുള്ള നിയമനിർമ്മാണം ഫോളോ ചെയ്യുന്നത് ഈ പറയുന്ന ബ്രിട്ടനിൽ നിന്നാണ്.
പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ, നമ്മുടെ രാജ്യം ഇന്ന് ഫോളോ ചെയ്യുന്ന പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ നമ്മൾ കടമെടുത്തിരിക്കുന്ന ബ്രിട്ടനിൽ നിന്നാണ്. നമ്മുടെ രാജ്യം ഫോളോ ചെയ്യുന്ന തിരഞ്ഞെടുപ്പ് സംവിധാനം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. ദ്വിമണ്ഡല സമ്പ്രദായം, അതുപോലെ തന്നെ കൂടുതൽ അധികാരങ്ങൾ അധോസഭയ്ക്ക്, അതായത് നമ്മുടെ ലോകസഭയ്ക്ക്, അത് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ബ്രിട്ടനിൽ നിന്നാണ്. ദ്വിമണ്ഡല സമ്പ്രദായം എന്ന് പറയുമ്പോൾ ലോകസഭയും അതേപോലെ തന്നെ രാജ്യസഭയും, അങ്ങനെ രണ്ട് മണ്ഡലങ്ങളുണ്ടല്ലോ, അതിനെ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ബ്രിട്ടനിൽ നിന്നാണ്. അതിൽ ഏറ്റവും കൂടുതൽ അധികാരം അധോസഭ എന്നറിയപ്പെടുന്ന ലോകസഭ, ഉപരിസഭ എന്ന് പറയുമ്പോൾ രാജ്യസഭയാണ്. അതിൽ ഏറ്റവും കൂടുതൽ അധികാരം എന്താണ്? ജനങ്ങളുടെ സഭ എന്നറിയപ്പെടുന്ന നമ്മുടെ അധോസഭയ്ക്കാണെന്ന കാര്യം ഓർക്കുക. ഇനി സ്പീക്കർ പദവി, അതായത് നമ്മുടെ ഈ പറയുന്ന ലോകസഭയിലെ സ്പീക്കർ, അത് നമ്മൾ കടകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ബ്രിട്ടനിൽ നിന്നാണ്. സഭാംഗങ്ങളുടെ സവിശേഷ അധികാരം, പാർലമെന്ററി കമ്മിറ്റികളുണ്ട്, അതേപോലെ തന്നെ ക്യാബിനറ്റ് സമ്പ്രദായം, പ്രധാനമന്ത്രി പദവി, കൂട്ടുത്തരവാദിത്തം, അതുപോലെ തന്നെ നാമമാത്രമായ അധികാരമുള്ള രാഷ്ട്ര തലവൻ, അതായത് നമ്മുടെ ഈ ബ്രിട്ടനിലെ രാജ്ഞി അല്ലെങ്കിൽ രാജാവ്, അതിന് തുല്യമാണ് നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രപതി എന്ന് നമ്മൾ പഠിക്കുന്നത് ഉണ്ട്. നിങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാറുള്ളതാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ലോക നേതാക്കളിൽ ആർക്ക് തുല്യമാണ് എന്ന് പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനോടല്ല നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്, ബ്രിട്ടനിലെ രാജ്ഞി അല്ലെങ്കിൽ രാജാവിന് തുല്യമാണ്. അവിടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇന്ത്യൻ രാഷ്ട്രപതിയെ നമ്മൾ തെരഞ്ഞെടുക്കുന്നു, അതായത് നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്ന എംപിമാര് ഒക്കെ ചേർന്നിട്ട്, MLA-മാരും ഒക്കെ ചേർന്നിട്ടാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ബ്രിട്ടനിലെ രാജ്ഞിയെ അങ്ങനെയല്ല തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് ബ്രിട്ടനെ ഒരു റിപ്പബ്ലിക് എന്ന് പറയാത്തത്. അതൊരു ജനാധിപത്യ രാജ്യമാണ്, പക്ഷേ റിപ്പബ്ലിക് അല്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, കാരണം തെരഞ്ഞെടുപ്പിലൂടെയാണ് ഒരു ഭരണമൊക്കെ വരുന്നത്. അതേസമയത്ത് ഒരു റിപ്പബ്ലിക് ആണ്, കാരണം തെരഞ്ഞെടുപ്പിൽ തലവനാണ് ഉള്ളത്. പക്ഷേ ബ്രിട്ടനിലെ രാജ്ഞി അങ്ങനെയല്ല വരുന്നത്. പക്ഷേ എന്താണ്, നമ്മുടെ ഈ ബ്രിട്ടന്റെ രാജ്ഞിക്ക് തുല്യമാണ് ഇന്ത്യയിലെ രാഷ്ട്രപതി എന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ. രാജ്ഞി അല്ലെങ്കിൽ രാജാവ്, നിലവിൽ ബ്രിട്ടനിലെ രാജാവാണ്, ഇതിനു മുമ്പ് രാജ്ഞിയായിരുന്നു, അവർ മരിച്ച ശേഷം എന്താണ് നിലവിൽ അവിടെ രാജാവാണ്, അവരുടെ മകനാണ് വരുന്നത്. അതാണ് രാജ്ഞി അല്ലെങ്കിൽ രാജാവ് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക, നമ്മുടെ SCRT പറയുന്നതാണ്, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. റിട്ട് എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ റിട്ടുകൾ എന്ന് പറയുന്ന ആശയം, CAG എന്ന് പറയുന്ന ആശയമൊക്കെ നമ്മൾ കടമെടുക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ നമ്മൾ ഇതോടൊപ്പം തന്നെ PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ് നമ്മുടെ അമേരിക്കയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ, നമ്മൾ ഓപ്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ലിഖിത ഭരണഘടന എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തത് ഈ പറയുന്ന അമേരിക്കയിൽ നിന്നാണ്. നമുക്കറിയാം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നമ്മൾ പഠിച്ചപ്പോൾ ലോകത്തിന് തന്നെ ആദ്യമായിട്ട് ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ആശയമൊക്കെ കൊടുക്കുന്ന അമേരിക്കയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ചെറിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ആമുഖം എന്ന് പറയുന്ന ആ ഒരു ആശയമൊക്കെ നമ്മളെ ഇന്ത്യയിലേക്ക് നെഹ്റു നമ്മൾ ഓൾറെഡി പറയുന്നതാണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആശയം നമ്മൾ കടമെടുക്കുന്നത് ഈ പറയുന്ന അമേരിക്കയിൽ നിന്നാണ്. നിയമത്തിന്റെ തുല്യ പരിരക്ഷ, നിയമത്തിന് മുൻപിൽ തുല്യ പരിരക്ഷ എന്ന് പറയുന്നത് ഈ പറയുന്ന അമേരിക്കൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഭരണഘടനയിൽ കടമെടുക്കുന്നതാണ്. മൗലികാവകാശങ്ങൾ പ്രീവിയസ് ആയിട്ട് എത്രയോ തവണ ചോദിച്ചതാണ്. അതുപോലെ തന്നെ സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, അതുപോലെ തന്നെ സുപ്രീം കോടതിക്കാണ് ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നതിനുള്ള അധികാരമുള്ളത്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന സമ്പ്രദായം, അപ്പോൾ ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന, അതായത് നമ്മുടെ ഇംപീച്ച്മെന്റ് എന്ന് പറയും. അതേപോലെ തന്നെ ഇന്ത്യയുടെ എല്ലാ സേവനങ്ങളും സുപ്രീം കമാൻഡറായിട്ട് രാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അമേരിക്കൻ മാതൃകയിലാണ് എന്ന കാര്യം ഓർക്കുക. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് ആണ് എവിടെ നിന്ന് വരുന്നത്? ഈ പറയുന്ന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി എന്നൊരു പദവി അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. ഇന്ത്യൻ യൂണിയന്റെ കീഴ്ഘടകങ്ങൾക്ക് സ്റ്റേറ്റ്സ് എന്ന് പേര് നൽകിയിരിക്കുന്നത് അമേരിക്കൻ മാതൃകയിലാണ് എന്നും കൂടെ ഓർത്തിരിക്കുക. ഇവിടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നോ അവിടുത്തെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടമെടുത്ത പല ആശയങ്ങളുണ്ട്. അത് PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കും. അത് നിർബന്ധമായും പഠിച്ചു വെച്ച് പോകണം. അതിൽ നിന്നൊരു മാർക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യയിലേക്ക് കടമെടുത്തിരിക്കുന്ന കുറച്ച് ആശയങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ C ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ പറയുന്നത് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയേത് എന്നാണ്. ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ് എന്നിവയ്ക്ക് ഇരു സഭകളുള്ള നിയമനിർമ്മാണ സഭയാണുള്ളത്. ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവയ്ക്ക് ഇരു സഭകളുള്ള നിയമനിർമ്മാണ സഭകളാണുള്ളത്. കർണാടകം, ബീഹാർ എന്നിവയ്ക്ക് ഇരു സഭകളുള്ള നിയമനിർമ്മാണ സഭകളാണുള്ളത്. ഇത് ഈ അടുത്ത് നടന്ന പരീക്ഷയിലും ഈ ഒരു ചോദ്യം ഇതേപോലെ ആവർത്തിക്കുകയുണ്ടായിരുന്നു. അതായത് PSC പരീക്ഷയിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രീവിയസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഈ അടുത്ത് നടന്ന പരീക്ഷയിലെ ചോദ്യങ്ങളൊക്കെ വീണ്ടും വരുന്നതായിട്ട് കാണാം. ഇത് 2023 നടന്ന പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്ത്. അത് ഇപ്പോൾ 2024 വീണ്ടും ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ് എന്നിവയ്ക്ക് ഇരു സഭകളുള്ള നിയമനിർമ്മാണ സഭയാണ് ഉള്ളത്. നമ്മളൊരു കോഡ് പഠിക്കും. ആ കോഡ് എന്ന് പറയുന്നത് KTUയിൽ MBA എന്ന് ഓർത്ത് വെച്ചാൽ മതി. KTUയിൽ MBA എന്ന് പറയുന്ന ഒരു കോഡ് പഠിക്കും. ഈ കർണാടക, തെലുങ്കാന, ഉത്തർപ്രദേശ്, ഇത് നമ്മുടെ മഹാരാഷ്ട്ര, ബീഹാർ, അതേപോലെ തന്നെ ഇത് ആന്ധ്രാപ്രദേശ്.
അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളിൽ എന്താണ് ഈ പറയുന്ന ഇരു സഭകളുണ്ട്, അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഉണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഇരു സഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് ഇതെല്ലാമാണ്: ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന. അത് ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു കോഡാണ് KTUയിൽ, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ MBA എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 6 സംസ്ഥാനങ്ങൾക്കാണ് ഇങ്ങനെയുള്ളത് എന്ന് നമുക്ക് കിട്ടും. അതുവഴി ആ സംസ്ഥാനങ്ങളുടെ പേര് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ് എന്നിവയ്ക്ക് ഇരു സഭകളുള്ള നിയമനിർമ്മാണ സഭ ആണുള്ളത്. അത് തെറ്റല്ലേ? ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് അത് ശരിയാണല്ലോ. കർണാടകം, ബീഹാർ അത് ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ 2ഉം 3ഉം എന്ന് പറയുന്ന ഓപ്ഷൻ C ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. സംസ്ഥാനങ്ങളിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സഭകളാണ് സംസ്ഥാന നിയമസഭകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകളുണ്ട്. അതായത് നമ്മുടെ നാട്ടിലും ഒക്കെ എന്തുണ്ട്, നിയമസഭകളുണ്ട്. അത് ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന MLA-മാരായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക എന്ന് നമുക്കറിയാം. ഗവർണറും നിയമനിർമ്മാണ സഭയും ചേരുന്നതാണ് എന്ത്, സംസ്ഥാന നിയമനിർമ്മാണ സഭ എന്ന് പറയും. നമുക്കറിയാം നമ്മുടെ നിയമസഭയിൽ എന്തെങ്കിലുമൊക്കെ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ഗവർണർ അത് ഒപ്പിടണം, അതിന് ശേഷമാണ് അത് നിയമമാകുക. സംസ്ഥാനത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ ഘടന, കാലാവധി, നടപടിക്രമങ്ങൾ, അധികാരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് എവിടെ പറയുന്നുണ്ട്? ആർട്ടിക്കിൾ 168 മുതൽ 212 വരെ പറയുന്നുണ്ട്. ഇത് ഏതു ഭാഗത്താണ് ഉൾപ്പെടുന്നത്? നമ്മുടെ ഭരണഘടനാ ഭാഗം 6ലാണ് ഉൾപ്പെടുന്നത്. 5 എന്ന് പറയുന്നത് നമുക്കറിയാം യൂണിയനുമായി ബന്ധപ്പെട്ടതാണ്. 6 എന്ന് പറയുന്നത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതാണ്, നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ സംസ്ഥാന നിയമനിർമ്മാണ സഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ചോദിച്ചാൽ അത് 6ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്ന ആരാണ്? നമ്മുടെ സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ആ വിഷയങ്ങളിൽ ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭ നമ്മൾ എന്തെന്ന് പറയും? ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയും. ഇപ്പൊ നമ്മുടെ കേരളമൊക്കെ അങ്ങനെയാണ്. ഇവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ മാത്രമാണുള്ളത്. ഇനി ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയുമ്പോൾ 2 സഭ അവിടെ ഉണ്ടായിരിക്കും. ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ലെജിസ്ലേറ്റീവ് കൗൺസിലും കൂടെ ഉണ്ടെങ്കിൽ അവിടെ എന്തെന്ന് പറയാൻ പറ്റും? ഈ പറയുന്ന ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയാൻ പറ്റും. ഒറ്റ സഭ മാത്രമാണ് ഉള്ളെങ്കിൽ ഏക മണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അതേപോലെ തന്നെ 2 സഭയുണ്ടെങ്കിൽ അത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയാം. അത്തരത്തിൽ 2 സഭകളുള്ള സംസ്ഥാനങ്ങളാണ് KTUയിൽ MBA എന്ന് പറയുന്ന കോഡിൽ നമ്മൾ പഠിച്ച ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ ഈ കോഡിലൂടെ ഓർക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിനോട് അടുത്ത് വരുന്ന കർണാടകയോട് അടുത്ത് വരുന്ന ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഈ 3 ഓർത്ത് വെച്ചാൽ പിന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിനോട് അടുത്ത് വരുന്ന മഹാരാഷ്ട്രയോട് അടുത്ത് വരുന്ന, അതായത് ഉത്തർപ്രദേശിനോട് അടുത്ത് വരുന്ന ബീഹാർ, ആ രീതിയിൽ വേണമെങ്കിൽ കണക്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഈ കോഡ് ഓർത്തിരിക്കുക. KTUയിൽ MBA, K കർണാടക, T തെലുങ്കാന, U ഉത്തർപ്രദേശ്, M മഹാരാഷ്ട്ര, B ബീഹാർ, A എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് ആണ്. അപ്പൊ ഇത് PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ്. അധോസഭയെ നിയമസഭ എന്നും അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും അതേസമയത്ത് ഉപരിസഭയെ നിയമസമിതി അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നുമാണ് പറയുന്ന കാര്യം ഓർക്കുക. ഇപ്പൊ നമ്മുടെ ലോകസഭ, രാജ്യസഭ എന്ന് പറയും പോലെ നമ്മുടെ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ 6 സ്റ്റേറ്റിൽ എന്തുണ്ട്? ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഉണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. പക്ഷെ നമ്മുടെ സ്റ്റേറ്റിൽ എന്തേ ഉള്ളൂ? ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ദ്വിമണ്ഡല സഭയാണോ? അല്ല. നമ്മുടെ കേരളം എന്ന് പറയുന്നത് എന്തല്ല? ദ്വിമണ്ഡല സഭയല്ല, ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളതെന്ന കാര്യം ഓർത്തിരിക്കുക. ജനങ്ങളുടെ എണ്ണം ഏകദേശം തുല്യമായി വരത്തക്കവണ്ണമാണ് നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോ നിയോജക മണ്ഡലങ്ങളുണ്ടല്ലോ, ഇലക്ഷൻ നടക്കുന്ന, അവിടെ എന്താണ്? ജനസംഖ്യ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിർത്തി നിർണ്ണയിച്ചിരിക്കുന്നത്. ജനസംഖ്യയുടെ വർധനവിനനുസരിച്ച് ഇതിൽ എന്താണ്? പുനർനിർണ്ണയം നടത്താറുണ്ട്. നിയമനിർമ്മാണ സഭകളിൽ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഏതാനും മണ്ഡലങ്ങൾ എന്താണ്? പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കായിട്ട് നീക്കി വെച്ചിട്ട്. ഇപ്പൊ ലോകസഭ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ 84ഓളം SC വിഭാഗത്തിന്റെ സംവരണ മണ്ഡലങ്ങളുണ്ട്. 47ഓളം എന്താണ്? ഈ പറയുന്ന ST വിഭാഗത്തിന്റെ സംവരണ മണ്ഡലങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അത് എന്താണ്? ഈ പറയുന്നവർക്ക് എന്താണ് സംവരണം കൊടുക്കുക, അവരുടെയൊക്കെ ജനസംഖ്യയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയും നിർണ്ണയിക്കുന്നത്. ഈ വിഭാഗങ്ങളുടെ ജനസംഖ്യ ആസ്പദമാക്കിയിട്ടാണ് സംവരണ മണ്ഡലങ്ങളും നിശ്ചയിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ഇവിടെ ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഈ പേര് ഓർത്തിരിക്കണം. ഓർത്തിരിക്കാൻ കോഡ് പഠിപ്പിച്ചു. KTUയിൽ MBA. ഇനി അടുത്തത് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? പോസ്കോ നിയമപ്രകാരം ബാലൻ എന്നാൽ 18 വയസ്സ് താഴെയുള്ള കുട്ടിയാണ്. പോസ്കോ കുറ്റകൃത്യം ഉടനെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കും. കെൽസ എന്ന സ്ഥാപനം അതിജീവിതർക്ക് സൗജന്യ നിയമസഹായം നൽകുന്നു എന്നും കൂടെ ഇവിടെ പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യം ഫൈനാൻസിക്ക് പ്രകാരം ഡിലീറ്റ് ആക്കിയ ചോദ്യമാണ്. പക്ഷേ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പോസ്കോ നിയമവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പരിചയപ്പെട്ടു പോകാം. അതായത് ഇവിടെ നൽകിയിരിക്കുന്നു, ഇന്ത്യയിൽ കുട്ടികൾക്ക് നേരെയുള്ള
ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി 2012 കൊണ്ടുവന്ന നിയമമാണ് പോസ്കോ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ 2012 ഈ ഒരു നിയമം വരുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പോസ്കോ ആക്ട് നിലവിൽ വന്ന എന്നാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് 2012 ഓർക്കുക. ഇന്ത്യയിൽ കുട്ടികൾക്കു നേരെ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി 2012 നിലവിൽ വന്നതാണ് പോസ്കോ ആക്ട് എന്ന് പറയുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നതാണ് അതിന്റെ പൂർണ്ണരൂപം. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നാണ് പോസ്കോ എന്നതിന്റെ പൂർണ്ണരൂപം. അപ്പോൾ എന്താണ് പോസ്കോയുടെ പൂർണ്ണരൂപം? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നാണ് പോസ്കോയുടെ പൂർണ്ണരൂപം. ചിലപ്പോൾ അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നാണ് പോസ്കോയുടെ പൂർണ്ണരൂപം. അത് നിലവിൽ വരുന്നത് 2012 ഇനി അടുത്ത് പോസ്കോ ആക്ടിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം എന്നതാണ്. പോസ്കോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. പോസ്കോ നിയമപ്രകാരം 18 വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരാളും എന്താണ്? ആൺപെൺ വ്യത്യാസമില്ലാതെ കുട്ടി എന്ന പരിഗണനയിൽ വരുന്നുണ്ട്. അപ്പോൾ 18 വയസ്സിൽ താഴെയാണെന്ന കാര്യം ഓർക്കുക. പോസ്കോ നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ള ആളാണ് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി അടുത്തത് ആർക്കാണ് ഒരു പോസ്കോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക? അപ്പൊ ഇങ്ങനെ ഒരു കേസ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ ആർക്കൊക്കെ പറ്റുമെന്നാണ് ചോദ്യം. ഇവിടെ മാതാപിതാക്കൾക്ക് പറ്റും, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പറ്റും, ചൈൽഡ് ലൈനിന് പറ്റും, ഡോക്ടർ ആശുപത്രി ജീവനക്കാർക്ക് പറ്റും, സ്കൂൾ അതോറിറ്റി ഹോസ്റ്റൽ ജീവനക്കാർക്ക് പറ്റും, അധ്യാപകർക്ക് പറ്റും, പൊതുപ്രവർത്തകർക്ക് പറ്റും. അതുപോലെ തന്നെ കൂടാതെ ഏതൊരു കുട്ടിക്കും പൊതുജനത്തിനും എന്ത് ചെയ്യാൻ പറ്റും? റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർക്കും പറ്റുമെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ എന്താണ് പറയുന്നത്? ആർക്കൊക്കെയാണ് ഇങ്ങനെ ഒരു കേസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുക? അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുക. മാതാപിതാക്കൾക്ക് പറ്റും, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പറ്റും, ചൈൽഡ് ലൈനിന് പറ്റും, ഡോക്ടർ ആശുപത്രി ജീവനക്കാർക്ക് പറ്റും, സ്കൂൾ അതോറിറ്റി ഹോസ്റ്റൽ ജീവനക്കാർ, അധ്യാപകർ, പൊതുപ്രവർത്തകർ, കൂടാതെ ഏതൊരു കുട്ടിക്കും പൊതുജനത്തിനും റിപ്പോർട്ട് ചെയ്യാമെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിലോ റെക്കോർഡ് ചെയ്യുന്നതിലോ വീഴ്ച വരുത്തിയാലുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ 21. അപ്പോൾ സെക്ഷൻ 21 എന്ത് പറയുന്നുണ്ട്? കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിലോ റെക്കോർഡ് ചെയ്യുന്നതിലോ വീഴ്ച വരുത്തിയാലുള്ള ശിക്ഷയെ പറ്റി അവിടെ പറയുന്നുണ്ട്. സെക്ഷൻ 21 പറയുന്നുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി സെക്ഷൻ 19, 20 പ്രകാരം ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്താൽ വീഴ്ച വരുത്തുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 6 മാസം വരെയുള്ള തടവോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ് സെക്ഷൻ 19, 20 പ്രകാരം ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്താൽ വീഴ്ച വരുത്തുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ടത് ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 6 മാസം വരെയുള്ള തടവോ അതേപോലെ തന്നെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുമെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ പറയുന്ന ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിന്റെ ചുമതലയിലിരിക്കെ അയാളുടെ നിയന്ത്രണത്തിലുള്ള ഒരു കീഴ് ഉദ്യോഗസ്ഥൻ നടത്തിയ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാൻ വീഴ്ച വരുത്തിയാൽ 1 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷയും പിഴയും ഉണ്ടായിരിക്കുമെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ എന്താണ്? ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിന്റെ ചുമതലയിലിരിക്കെ അയാളുടെ നിയന്ത്രണത്തിലുള്ള ഒരു കീഴ് ഉദ്യോഗസ്ഥൻ നടത്തിയ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാൻ അയാൾ വീഴ്ച വരുത്തിയാൽ 1 വർഷം വരെ അദ്ദേഹത്തിന് തടവ് ശിക്ഷ ലഭിക്കാം, അതേപോലെ തന്നെ പിഴയും ഉണ്ടായിരിക്കും. മറ്റതാണെങ്കിലോ 6 മാസമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഒപ്പം എന്താണ്? പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും. ഇനി അടുത്തത് സമൂഹത്തിലെ ദാരിദ്ര്യർക്കും ദുർബലർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കും അവരുടെ ഭരണഘടനാപരവും നിയമപരവുമായ അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിന് സൗജന്യ നിയമസഹായം നൽകുന്ന അതോറിറ്റിയാണ് എന്ത്? കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി, കെൽസ എന്ന് പറയുന്നത് നമ്മൾ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് കെൽസ എന്ന് പറയുന്നത്? സമൂഹത്തിലെ ദാരിദ്ര്യർക്കും ദുർബലർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കും അവരുടെ ഭരണഘടനാപരവും നിയമപരവുമായ അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിന് സൗജന്യ നിയമസഹായം നൽകുന്ന അതോറിറ്റിയാണ് കെൽസ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി എന്ന് പറയുന്നത്. 1987 ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് അനുസരിച്ച് രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ ലീഗൽ സർവീസസ് അതോറിറ്റികളിൽ ഒന്നാണ് ഈ പറയുന്ന കെൽസ എന്ന് പറയുന്നത്. ഇത് 1998 ഇത് നമ്മുടെ സംസ്ഥാനത്ത് രൂപീകരിക്കുന്നത്. അപ്പോൾ 1987 ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് അനുസരിച്ച് രൂപീകരിച്ച ഇന്ത്യയിലെ നിരവധി സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റികളിൽ ഒന്നാണ് കെൽസ. 1998 രൂപീകരിച്ചു. 1998 രൂപീകരിച്ചത്. കെൽസയുടെ ആസ്ഥാനം എറണാകുളമാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് കെൽസയുടെ രക്ഷാധികാരി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു പോസ്കോ ആക്ടുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയിലൊക്കെ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളെ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്കറിയാം കുറെ കാര്യങ്ങൾ ഇത് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ചോദ്യവുമായി ബന്ധപ്പെടുത്തി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്ന കുറച്ച് ഫാക്റ്റുകളാണ് ഞാനിവിടെ പറഞ്ഞത്. അതിൽ കുട്ടി എന്ന് പറഞ്ഞാൽ എത്ര വയസ്സ് ഉള്ളവരാണ്? 18 വയസ്സിൽ താഴെയാണ്. അതൊക്കെ എന്താണ് ഈ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന
ഈ പറയുന്ന ഓരോ പോയിന്റുകളും നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ സെക്ഷൻ 21 എന്താണെന്ന് പഠിക്കുക. കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിലോ റെക്കോർഡ് ചെയ്യുന്നതിലോ വീഴ്ച വരുത്തിയാലുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്നു. സെക്ഷൻ 19 പ്രകാരം ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്താൽ വീഴ്ച വരുത്തുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 6 മാസം വരെ ആകാവുന്ന തടവോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ഇനി ഒരു സ്ഥാപനത്തിന്റെ മേലധികാരി അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥൻ നടത്തിയ ഒരു തെറ്റ് അത് റിപ്പോർട്ട് ചെയ്ത് വീഴ്ച വരുത്തിയാൽ 1 വർഷം വരെ തടവ് കിട്ടും. ഒപ്പം തടവും അതോടൊപ്പം തന്നെ പിഴയൊക്കെ ഉണ്ടായിരിക്കുമെന്ന കാര്യമൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ആർക്കൊക്കെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ 18 വയസ്സിന് താഴെ പ്രായമുള്ള ആളാണ് ആൺപെൺ വ്യത്യാസമില്ലാതെ കുട്ടി എന്ന് പറയുന്നത്. പോസ്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം, അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നതാണ് അതിന്റെ പൂർണ്ണരൂപം. 2012 ഈ ഒരു നിയമം കൊണ്ടുവരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതിൽ കുറച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താനുള്ളത്. അപ്പോൾ ഓരോ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. SCR ടെസ്റ്റ് ബുക്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് SCR ടെസ്റ്റ് ബുക്കിലെ സമാന്തര ശ്രേണി എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ 2ാമത്തെ ഭാഗമായിട്ട് കണ്ടുകൂട്ടാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൻ്റെ 1ാമത്തെ ഭാഗം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ LDC റിവിഷൻ സീരീസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ അതിൻ്റെ ക്ലാസ് കാണാവുന്നതാണ്. അതേപോലെ തന്നെ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.